NGO അസോസിയേഷൻ കായംകുളം ബ്രാഞ്ചിന്റെ പ്രവർത്തക സമ്മേളനം നടന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ റാഷിദ ബഷീർ ഉദ്ഘാടനം ചെയ്തു. NGO അസോസിയേഷൻ കായംകുളം ബ്രാഞ്ചിന്റെ പ്രവർത്തക സമ്മേളനം നടന്നു. ബ്രാഞ്ച് പ്രസിഡന്റ് സുനിൽ ആറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ റാഷിദ ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ 10 വർഷക്കാലം നിങ്ങൾക്ക് ഞങ്ങൾ സംഘടനയെ എന്ന നിലയിൽ സിവിൽ സർവീസ് എന്ന നിലയിൽ ഞങ്ങൾക്ക് എന്താണ് നിങ്ങൾ ആനുകൂല്യങ്ങൾ വാങ്ങി തന്നിട്ടുള്ളത്? 10 വർഷക്കാലമായിട്ട് നമ്മുടെ സറണ്ടറായാലും ആനുകൂല്യം ഇത് പല പല ആനുകൂല്യങ്ങൾ നിഷേധിച്ചതിലൂടെ നിങ്ങൾക്ക് എന്ത് ഇവിടെ നടത്താൻ പറ്റി? നിങ്ങൾ ഒരു സമരം പോലും ചെയ്തിട്ടുണ്ടോ? സെക്രട്ടേറിയറ്റ് മുന്നിൽ ഒരു സമരത്തിൽ പോയിട്ടുണ്ടോ? ഇതൊന്നും ചെയ്യാതെ ഇന്ന് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് മുന്നിൽ അവരുടെ ധർണ ഉണ്ടായിരുന്നു. എന്താ ആ ധർണയിലെ കാര്യം? എന്താ? ലീവ് സറണ്ടർ പ്രസ്താവിക്കുക, ശമ്പള പരിഷ്കരണം ഉണ്ടാക്കുക. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പേ നമുക്ക് ശമ്പള പരിഷ്കരണം ഉണ്ടാകുന്ന ആ അവസ്ഥ ഈ 2 വർഷം ഇവരെവിടെയായിരുന്നു? ഈ 2 വർഷം ഇവർക്ക് മിണ്ടാൻ പറ്റില്ലായിരുന്നോ? ഇവർ ഒരു ചെറുവിരൽ അനക്കിയോ? ഇതാണ് നമ്മൾ നമ്മുടെ ഓഫീസുകളിൽ ചോദിക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ ലീവ് സറണ്ടർ, നമ്മുടെ DA കുടിശ്ശിക, ഇപ്പം DA കുടിശ്ശിക അവർക്ക് വേണം. നമ്മൾ ഭരണത്തിൽ കയറിയിട്ട് 2 മാസമേ ആയുള്ളൂ. നമ്മുടെ മുഖ്യമന്ത്രി നമ്മളോട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വരും വർഷങ്ങളിലുള്ള നമ്മുടെ സർക്കാർ അധികാരത്തിലേറിയ അന്ന് മുതലുള്ള DA കുടിശ്ശിക വരുത്തില്ല എന്നാണ്. മറ്റുള്ള സംഘടനയിൽ നമ്മൾ ഭീഷണിപ്പെടുത്തി അവർ നമ്മളിലേക്ക് വരുത്തുകയും തിരിച്ച് അടുത്ത LDF ഭരണ സമയത്ത് അവർ തിരിച്ചങ്ങോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരു പ്രവർത്തനം നമുക്ക് ആവശ്യമില്ല. ഇതിൽ NGO അസോസിയേഷൻ സർക്കാർ ഗവൺമെൻറ് NGO അസോസിയേഷൻ എന്ന നിലയിൽ കോൺഗ്രസ് ഭരണത്തോട് അനുകൂലമായി നിൽക്കുന്ന ആൾക്കാർക്ക് നമുക്ക് സ്വമേധയാ നമ്മുടെ അംഗത്തിൽ അംഗം ചേരാം, അല്ലെങ്കിൽ നമുക്ക് ഫണ്ട് തരാം. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ കാഴ്ചവെക്കുന്നത്. RC സാമുവൽ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി സുനിൽ PS മുഖ്യപ്രഭാഷണം നടത്തി. KCR തമ്പി, അഭയകുമാർ, അസയർ, പ്രസാദ് ആന്റണി, രതീഷ്, അരുൺ എന്നിവർ സംസാരിച്ചു. ജയകൃഷ്ണൻ നന്ദി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.